ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആഡ്സെൻസിൽ ഉള്ള നോട്ടിഫിക്കേഷൻ. പലവരും എന്നോട് കമൻറ്റായി ചോദിച്ചതാണ്, ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ, ഇതെന്താണ്, ഞങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് ആക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഞങ്ങൾ എനേബിൾ ചെയ്യണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യണ്ടായി. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. അതായത് ഇത്തരത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആഡ്സെൻസിൽ വരികയുണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വി എൻകറേജ് യു ടു പബ്ലിഷ് യുവർ സെല്ലർ ഇൻഫർമേഷൻ. അപ്പോൾ ഗൂഗിൾ ആഡ്സെൻസിൽ നമുക്ക് പബ്ലിഷ് ഇൻഫർമേഷൻ, അതായത് ഇവിടെ വിസിബിലിറ്റി സ്റ്റാറ്റസ്, കൂടുതൽ പരസ്യം കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം എനേബിൾ ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ആർക്കൊക്കെ നിർബന്ധമാണ്, ഇത് ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. ഇവിടെ ആക്ഷൻ എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും. ഇവിടെ നമ്മുടെ പബ്ലിഷ് ഐ ഡി, അതുപോലെ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ വരും. താഴെ ക്ലോസ് അക്കൗണ്ട്, അതിലാരും ക്ലിക്ക് ചെയ്യരുത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ്സെൻസ് ക്ലോസ് ആവുന്നതായിരിക്കും. അതുകൊണ്ട് ആ ഒരു നീല ക്ലോസ് അക്കൗണ്ട് എന്നുള്ളതിൽ ആരും ക്ലിക്ക് ചെയ്യരുത്. ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ആക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു പേജ് വരുന്നത്. പബ്ലിഷർ ഐ ഡി, ടൈം സോണിൻ്റെ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു പേജാണ് വരിക. അതിൻ്റെ താഴെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ചോദിക്കും. അതായത് അത് ചോദിച്ചിട്ടുള്ളവർക്ക് മാത്രമാണ് പറയുന്നത്. യൂട്യൂബർ ആയിട്ടുള്ള ആളുകൾ മാത്രം, യൂട്യൂബ് മാത്രം കൊണ്ട് നടക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ഓപ്ഷൻ വന്നിട്ടില്ല. വ്ളോഗ് വെബ്സൈറ്റ് ഉള്ളവർക്ക് ഇവിടെ സെറ്റിംഗ്സ് വന്നിട്ടുണ്ടാവും. അതായത് ഇവിടെ രണ്ട് കാര്യം ചോദിക്കുന്നതായിരിക്കും, കോൺഫിഡൻഷ്യൽ ആൻഡ് ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ ചോദിക്കുന്നുണ്ടാവും. ഇവിടെ അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ട്രാൻസ്പെറൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബിസിനസ് ഡൊമൈൻ കൊടുക്കാൻ പറയും. അപ്പോൾ നിങ്ങളുടെ WW എന്താണ്, ആ ഒരു നിങ്ങളുടെ ഡൊമൈൻ എന്താണ്, അത് അവിടെ കൊടുത്ത ശേഷം സബ്മിറ്റ് കൊടുക്കണം. അപ്പോൾ ഇതാണ്, അത് വ്ളോഗും വെബ്സൈറ്റും ഉള്ളവർക്ക് അവിടെ ചോദിക്കുന്നുള്ളൂ. സാധാരണ യൂട്യൂബർ ആയിട്ടുള്ള ആളുകൾക്ക് ഇത് ചോദിക്കുന്നില്ല. അതുകൊണ്ട് യൂട്യൂബർ ആരും ടെൻഷൻ ആവണ്ട, ഇത്തരത്തിൽ എനിക്ക് വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇത് വിസിബിലിറ്റി, പരസ്യം ആഡ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, എത്തരത്തിൽ എവിടെയെല്ലാം വിസിബിലിറ്റി ചെയ്യണം എന്നുള്ളത്. അപ്പോൾ വ്ളോഗും വെബ്സൈറ്റൊക്കെ ഉള്ളവർക്ക് അവരുടെ വ്ളോഗിലും അത് വെബ്സൈറ്റിലും ഒക്കെ അവർക്ക് വിസിബിലിറ്റി ആവശ്യമാണ്, പരസ്യം കാണിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ രേഖ, അതിൻ്റെ വെബ്സൈറ്റ് എന്താണ്, അതിൻ്റെ ഡൊമൈൻ, അതവിടെ പബ്ലിഷ് ചെയ്യണം എന്നുള്ള രീതിക്കാണ് ഇവിടെ ഈ ഒരു ആഡ്സെൻസിൽ ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ആഡ്സെൻസിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഗൂഗിൾ കൊടുക്കുമ്പോൾ അത് എല്ലാവർക്കും കൊടുക്കും. അത് ഡൊമൈൻ ഉള്ളവരാണോ, വെബ്സൈറ്റ് ഉള്ളവരാണോ, യൂട്യൂബ് മാത്രം കൊണ്ട് നടക്കുന്നവരാണോ എന്നൊന്നും നോക്കാറില്ല. അവിടെ എല്ലാവർക്കും ഇതുപോലെയുള്ള നോട്ടിഫിക്കേഷനൊക്കെ വരും. അപ്പോൾ എന്തിന് സംബന്ധിച്ചിട്ടാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയുള്ള കാര്യം ചെയ്യുക. ആക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള പേജാണ് വരുന്നത്. അതുകൊണ്ട് അവിടെ വേറെ ഒന്നും നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനോ ഒന്നിനും നിൽക്കണ്ട. യൂട്യൂബ് ഉള്ളവർക്കാണ് പറയുന്നത്. അതുപോലെ വെബ്സൈറ്റും ബ്ലോഗും ഉള്ളവർക്ക് ഡൊമൈൻ കാര്യങ്ങൾ, അതുപോലെ തന്നെ കോൺഫിഡൻഷ്യൽ ആൻഡ് ട്രാൻസ്പെറൻറ്റ് എന്നുണ്ട്. ട്രാൻസ്പെറൻ്റ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എന്നതിന് ശേഷം അവരുടെ ഡൊമൈനും കൂടി കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നും കൊടുക്കണ്ട, അവർക്ക് ആ ഒരു കാര്യം മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.